വയനാട്ടിലെ മരിയനാട് ആദിവാസി സമര കേന്ദ്രത്തിൽ നാശം വിതച്ച് വേനൽ മഴ. 4.5 വർഷമായി ഇവർ താമസിക്കുന്ന താൽക്കാലിക കുടിലുകൾ പലതും മരങ്ങൾ വീണ് തകർന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പിഞ്ചു കുഞ്ഞുങ്ങളും വയോധികരും ഉൾപ്പെടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മരിയനാട് നിന്ന് എം കമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയും കാറ്റും മരിയനാട് ഭൂസമര കേന്ദ്രത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. കൂറ്റൻ മരങ്ങളും മരക്കൊമ്പുകളുമൊക്കെ വീണ് ഇവരുടെ കുടിലുകളടക്കം തകർന്നു പോയ അവസ്ഥയായിരുന്നു. നമ്മൾ 2 ദിവസത്തിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ കാറ്റും മഴയുമൊക്കെ ഉണ്ടായി എന്നറിയുമ്പോഴും അത് ഇത്ര ഭീകരമായ രീതിയിൽ ഇവരെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ മരങ്ങൾ വീണതായൊന്നും നമുക്കിവിടെ എത്തുന്നത് വരെ അറിയില്ലായിരുന്നു. പല കുടിലുകളും തകർന്ന് അവർ ഇപ്പോൾ അത് പുനർനിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി പതിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും താൽക്കാലിക ഷെഡുകളിലാണ് ഇവിടെ താമസിക്കുന്നത്. 4.5 വർഷമായി ഇവിടെ സമരം തുടരുന്നുണ്ട്. എന്തായാലും മഴയത്ത് ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ പ്രായമായ ആളുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവരൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെ കാറ്റ് വന്നതും ഇടിയും മിന്നലും ഒക്കെ ഒരുമിച്ചല്ലേ വന്നേ. അന്നേരത്തിന് തന്നെ ഈ മരം, താഴെ ഒരു മരം ഉണ്ടായിരുന്നു, ആ താഴത്തെ മരം ഈ പോസ്റ്റിൽ ഇടിച്ച് ഈ മുകളിലത്തെ മരത്തിൽ വന്നിടിച്ച് ഞങ്ങൾ ഷെഡിൻ്റെ പുറത്തേക്കൊക്കെ വീണു. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ആ മഴയൊന്നും നോക്കിയിട്ടില്ല. ഈ കൊച്ചിനെ എടുത്തിട്ട് ഞാൻ ഈ മക്കളെയും കൂട്ടിയിട്ട് പിന്നെ ഈ ഷെഡിലേക്ക് ഓടി. അങ്ങോട്ടേക്ക് പോകുന്ന കമ്പ് ഇതുങ്ങളെ അരികിൽ കൂടെ വീണത്. മഴയത്തെന്ന് പറഞ്ഞ കാറ്റും മഴയും ഇങ്ങനെ വന്നിച്ച് മരം, പിന്നെ ഞങ്ങളെ ഷെഡ് ഒക്കെ മര വീണിച്ചു എല്ലാം പോയി. കിടപ്പ് രോഗിയായ വെളുക്കനും കുങ്കിയമ്മയും മാത്രമാണ് ഈ കുടിലുണ്ടായിരുന്നത്. മഴയത്ത് വെള്ളം കയറി വെള്ളത്തിൽ കിടക്കുന്ന ഒരവസ്ഥയായി. മേൽക്കൂരയൊക്കെ കാറ്റത്ത് പറന്നു പൊങ്ങി വെള്ളം മുഴുവൻ ഈ വീടിന്റെ അകത്തായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിലും പിന്നെ മൂപ്പരെ പിടിക്കാനോ ഉയർക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. പിന്നെ എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ വെള്ളത്തിൽ കിടത്തി. ഒരു കാറ്റ് പറഞ്ഞു ഈ ചെഡും കൊണ്ട് പൊന്തിച്ചു. അവിടുത്തെ ഇത് പിന്നെ പൊളിഞ്ഞു വീണു. എനിക്കാണെങ്കിൽ എൻ്റെ വിറ ഇങ്ങനെ തടി വിറച്ചു. മരമൊക്കെ ഇങ്ങനെ ആളിങ്ങനെ കുത്തി വരുമല്ലേ ഇവിടുത്തെ മരമൊക്കെ. മരിയനാട് ഭൂസമരവുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലൊക്കെ ഇവരുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന, ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സീതയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ഒരു വലിയ താന്നിമരവും അതിനിപ്പുറത്തൊരു പ്ലാവുമാണ് വലിയ കാറ്റിൽ പൊട്ടി ഈ ഷെഡിന് മുകളിലേക്ക് വീണത്. ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയി. ശക്തമായ കാറ്റാണ് വന്നേ. ചുഴലിക്കാറ്റ് പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ ഒരു ചുഴലിക്കാറ്റ് പോലെ വന്നിട്ട് ശക്തമായിട്ട് റൗണ്ട് കറങ്ങിയിട്ടാണ് വരുന്നത്. കറങ്ങി വന്ന ഉടനെ തന്നെ എല്ലാ ഷെഡുകളിലേക്കും ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ മരങ്ങൾ വീണ് ഷെഡിൻ്റെ മുകളിലേക്ക് വീണ് എവിടേക്ക് എങ്ങോട്ടോ ഓടേണ്ടതെന്ന് അറിയില്ല. ആരെ രക്ഷിക്കണം, നമ്മളെ രക്ഷിക്കണോ, നമ്മളെ രക്ഷ നോക്കണോ, മറ്റുള്ളവരെ രക്ഷിക്കണോ എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. അതുപോലെ പോസ്റ്റുകൾ മുഴുവനും റോഡിൽ കിടന്നു. ലൈൻ കമ്പികളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പറ്റാത്ത ഒരു അവസ്ഥ. റോഡിൽ മുഴുവനും മരങ്ങൾ. ഭൂമി വിട്ടുകൊടുക്കാന്ന് വനംവകുപ്പൊക്കെ അറിയിച്ചിട്ടും എന്താ നിങ്ങളെ കയ്യിലേക്ക് ഭൂമി എത്താത്തത്? എവിടെയാ തടസ്സം? ഇന്നലെ പോയി കണ്ടപ്പോൾ കലക്ടറോട് ഞങ്ങൾ ഭൂമിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഇത് നമുക്ക് ഉത്തരവായിട്ടില്ല, ഈ ഷെഡിൻ്റെത് പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞത് കയ്യേറ്റ ഭൂമി ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കി ഇവിടെ ബോർഡ് സ്ഥാപിച്ചതാണ്. പക്ഷേ അതിനുശേഷവും ഭൂമി അളന്ന ഇവർക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയാകുന്നില്ല എന്നതാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനിടയിലാണ് ഈ പ്രകൃതി ദുരന്തവും മറ്റു ബുദ്ധിമുട്ടുകളും. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.